നമസ്കാരം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാപ്പിഴവ് മൂലം ഒരു യുവതിയുടെ, ഉഷ ജോസഫ് എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചിട്ട് 5 വർഷങ്ങളോളം വേദന തിന്ന ആ യുവതി പല ചികിത്സകളും നേടി മൂത്രത്തിൽ കല്ലാണെന്ന് പറഞ്ഞ് തിരികെ അയക്കുകയും ഒടുവിൽ എക്സ്റേ എടുത്തതിൻ്റെ ഫലമായി വയറ്റിൽ ഈ കത്രിക കണ്ടെത്തുകയും ചെയ്ത സംഭവം ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. ആദ്യമായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ആശുപത്രിയുടെ ശസ്ത്രക്രിയയുടെയൊക്കെ മേധാവിത്വം വഹിക്കുന്ന ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണമാണ്. 2 തരത്തിലാണ് പ്രതികരണത്തിനെ കാണും. ഒന്ന് വളരെ അലസമായിട്ട്, അല്ലെങ്കിൽ വളരെ ധിക്കാരപൂർവ്വം, ഇതിൽ എനിക്ക് ഓർമ്മയില്ല, ആശുപത്രി റെക്കോർഡുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഞാനല്ല ശസ്ത്രക്രിയ ചെയ്തത്, അത് കത്രികയല്ല മറന്നു വെച്ചത്, മസ്കിറ്റ് എന്നൊരു ഉപകരണമാണ്, അത് മുൻപ് നടന്ന ശസ്ത്രക്രിയയിൽ ഏതെങ്കിലും പറ്റിയതാകാം, തുടങ്ങി വളരെ അലസമായിട്ടുള്ള, ഒരുപക്ഷെ ധിക്കാരപരം എന്ന് പറയാവുന്ന തന്നെ രീതിയിലുള്ളൊരു പ്രതികരണം. മറ്റൊരു വശം കൂടി ആ ഒരു പ്രതികരണത്തിലുണ്ട്. കാരണം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളുടെ പട്ടിക പരിശോധിക്കുന്ന, ഉപകരണങ്ങളെല്ലാം ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതി സർക്കാർ ആശുപത്രിയിലില്ല, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലില്ല. പിന്നെ സിസ്റ്റർമാർ ആവശ്യത്തിനില്ലായിരുന്നു തുടങ്ങിയ വിവിധ പരാതികൾ. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ഇതിന് ഒരു കാരണം എന്ന രീതിയിൽ ഡോക്ടർ ലളിതാംബിക പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം മുമ്പ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ രഞ്ജന കൃഷ്ണ എന്നൊരു ആദിവാസി യുവതിയുടെ ഗർഭസ്ഥ ശിശു ഡോക്ടർ ബിന്ദു സുന്ദർ എന്ന ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടിരുന്നു. അതും വിവാദമായി. പതിവ് പോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഇതിലേതെങ്കിലുമെങ്കിൽ നമുക്ക് ആ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ആ ഒരു ആശുപത്രിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു പരിസ്ഥിതിയോ അല്ലെങ്കിൽ ഒരു പരിതസ്ഥിതിയോ കുറ്റം പറഞ്ഞ് നമുക്കിതിനെ ഒഴിവാക്കി കടന്നു പോകാം. പക്ഷേ ഈ ചികിത്സാ പിഴവ് മൂലം, അല്ലെങ്കിൽ അർഹിക്കുന്ന സമയത്ത് ചികിത്സ കിട്ടാതെ, ലഭിക്കേണ്ട സമയത്ത് ചികിത്സ ലഭിക്കാതെ രോഗികൾ മരിക്കുന്ന ഒരു രീതി കേരളത്തിലൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതൊരു സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആരോഗ്യ രംഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വ്യക്തിപരമായിട്ടൊരു ഡോക്ടറുടെ പിഴവോ, ശരിയാണ്, ഡോക്ടർമാരും നഴ്സുമാരും ചികിത്സ നൽകേണ്ട, ആത്യന്തികമായി ചികിത്സ ഒരു രോഗിക്ക് കൃത്യമായി ഉത്തരവാദിത്വത്തോടുകൂടി ലഭ്യമാക്കേണ്ട ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. പക്ഷേ ആത്യന്തികമായി ഈ ആരോഗ്യരംഗത്തെ മുഴുവൻ പരിപാലിച്ച്, കേരളത്തിൻ്റെ ആരോഗ്യരംഗം നമ്പർ 1 ആണ്, ഈ കപ്പലാടിയുള്ളേകയില്ല സാർ എന്ന് അഭിമാനപൂർവ്വം നിയമസഭയിൽ പ്രഖ്യാപിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് തന്നെയാണ് ഇതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം. കാരണം എല്ലാത്തിൻ്റെയും മുകളിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു സ്ഥാനം ഉറപ്പിച്ച് ജനം നൽകിയിരിക്കുന്നൊരു പദവിയാണത്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയുടെ ഒരു ഗരിമ മാത്രമല്ല ആരോഗ്യമന്ത്രിക്ക് ഈ ഒരു അധികാരം നൽകുന്നത്. ഈ ആരോഗ്യരംഗം രാജ്യത്തെ 1ാം പട്ടികയിലുള്ള, അല്ലെങ്കിൽ 1ാം സ്ഥാനത്തുള്ള ആരോഗ്യരംഗമാണ് എന്നുള്ള ആരോഗ്യമന്ത്രിയുടെ തന്നെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് കൂടി കൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ വർദ്ധിക്കുന്നത്. ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, യഥാസമയം ചികിത്സ കിട്ടാതെ ശ്വാസം മുട്ടി യുവാവ് മരിച്ച സംഭവം, എത്രയോ സംഭവങ്ങൾ എണ്ണി പറയാം. ഓരോ സംഭവവും പേരും സ്ഥലവും ഒക്കെ എണ്ണി പറഞ്ഞാൽ ഈ ദിവസം തികയില്ല. ഈ ഒരു ആരോഗ്യരംഗത്തുണ്ടായ വീഴ്ചകളും ഗുരുതരമായ വീഴ്ചകളൊക്കെ എണ്ണി പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടത്ര ഉപകരണങ്ങൾ ലഭ്യമല്ല എന്നുള്ള പരാതി തുടരെ ഉന്നയിച്ചിട്ട് ആദ്യ ശ്രമം ആരോഗ്യവകുപ്പ് നടത്തിയത് ഡോക്ടർ ഹാരിസിനെതിരെ നടപടികൾ എടുക്കുവാനാണ്. പിന്നെ അത് വിവാദമായപ്പോൾ ആ നടപടികളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയും പിന്നെയും എന്തോ വിശദീകരണമൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒടുവിൽ ഹാരിസിൻ്റെ പിന്നിൽ ജനങ്ങൾ അണിനിരന്നു, അല്ലെങ്കിൽ ഈ സംഗതി വിവാദമായി പടരുന്നു എന്ന് കണ്ടപ്പോൾ പതുക്കെ ഒരു 2 അടി പിന്നോക്കം മാറി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, ഇതിനെക്കുറിച്ച് പരിശോധിച്ച് വേണ്ട നടപടികളെടുക്കും. മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അത്തരം പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായി. അത് നാം കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ സംഭവം 5 വർഷങ്ങളായി ഈ ഉഷ ജോസഫ് എന്ന സ്ത്രീ വയറ്റിൽ കത്രികയുമായി വേദന തിന്ന് ജീവിക്കുന്നത് എന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ച് ജനങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് സമീപിക്കുമ്പോൾ നല്ല ടൈൽസ് ഒട്ടിച്ച കണ്ണാശുപത്രി ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തോ, അല്ലെങ്കിൽ KSRTC ബസ്സിൻ്റെ വശങ്ങളിൽ
നീളൻ പോസ്റ്റർ അടിച്ചോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് 1.5 കോടി രൂപയുടെയും 10 കോടി രൂപയുടെയും പരസ്യങ്ങൾ നൽകി ഈ വാർത്തകൾക്ക് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ അര ദിവസത്തെയോ മാത്രം ആയുസ് നൽകി അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലൂടെ ഇതൊക്കെ എത്ര കാലം മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്നാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ജനങ്ങളുടെ ഹ്രസ്വമായ ഓർമ്മ ശക്തിയെയാണോ അവർ മുതലെടുക്കുന്നത് എന്ന് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, നിങ്ങളുടെയും എൻ്റെയും നമ്മുടെ വരും തലമുറയുടെയും ഒക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യമാണിത്. നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുതയല്ല, നിസ്സാരമായിട്ടുള്ളൊരു സംഗതിയല്ല, നിസ്സാരമായിട്ടുള്ളൊരു വാർത്തയല്ല ഉഷ ജോസഫിൻ്റെ വാർത്ത. അത് ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകളുടെ പട്ടികയിൽ ഏറ്റവും പുതിയ വാർത്ത മാത്രമാണ്. അത് ഏറ്റവും അവസാനത്തെ വാർത്തയല്ല. ഇനി അടുത്ത വാർത്ത വരുമ്പോൾ ആ വാർത്തയിൽ പതിയുന്ന മുഖം എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ആയാൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ട ഗതികേടെന്ന് തന്നെ പറയണം. സത്യത്തിൽ സർക്കാർ ആശുപത്രികളെ മനസമാധാനത്തോടു കൂടി സമീപിക്കുവാൻ സാധിക്കുന്ന, ആത്മവിശ്വാസത്തോടു കൂടി സമീപിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിന് വളരെ ഉയർച്ചയുണ്ടായി എന്ന് തന്നെ പറയേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗതികേട് കൊണ്ടാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുകയും അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ അലസമായി അഹങ്കാരപൂർവ്വം അത് റെക്കോർഡ് നോക്കിയാലേ അറിയാമുള്ളൂ. ഇത് മൺവെട്ടിയോ തൂമ്പയോ ഒന്നും അല്ലല്ലോ വയറ്റിലിരിക്കുന്നത്, ഒരു മസ്കിറ്റല്ലേ. ഇത്ര നിസ്സാരമായിട്ടാണ് ഒരു മനുഷ്യജീവനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വേദനയെ ഇവർ കാണുന്നത്. ആ കാണുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ധൈര്യം നൽകുന്നത് ഈ ഒരു ആരോഗ്യ വകുപ്പിൻ്റെ ഒരു അനാസ്ഥത തന്നെയല്ലേ എന്നുള്ളൊരു ചിന്തയും മനസ്സിൽ വരുമ്പോൾ അമർഷമാണ് ആദ്യമുണ്ടാകുന്നത്, പിന്നെ വേദനയും. ഒപ്പം നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ഓർത്തുള്ള പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണല്ലോ നമ്മുടെ നാട് എന്നുള്ളൊരു വിഷമവും. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിസ്സഹായാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനത നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ഒരു നിസ്സഹായാവസ്ഥയിൽ എത്ര കാലം ഈ ജനത തുടരും എന്നുള്ളത് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഭാഗ്യം പോലിരിക്കും. എന്തു തന്നെ ആയാലും ആത്യന്തികമായി ഒരു കാര്യമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥ. ആരോഗ്യവകുപ്പ് മന്ത്രി പൂർണ്ണമായിട്ടുള്ളൊരു പരാജയമാണ് എന്ന് പറയാതെ വയ്യ. ഒപ്പം തന്നെ ഈ സർക്കാരും 5 വർഷങ്ങളായി ഒരു യുവതി കത്രിക വയറ്റിലിട്ട് വേദന തിന്ന് നടന്ന് അത് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത എന്ന് പോലുമല്ല, കണ്ടുപിടിക്കുവാൻ ഒരു എക്സ്റേ എടുക്കുവാൻ പോലും കൂട്ടാക്കാതെ മൂത്രത്തിൽ കല്ലാണ്, പോയിട്ട് പിന്നെ വരൂ എന്നൊക്കെ പറഞ്ഞ് അവരെ മടക്കി അയച്ചു കൊണ്ടിരുന്ന ആരോഗ്യ വിദഗ്ധരുള്ള നാടാണിത്. ഒപ്പം തന്നെ ഇവരൊക്കെ ഈ ഡോക്ടർ ലളിതാംബിക കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം ഉഷ ജോസഫിൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ രഞ്ജന കൃഷ്ണയുടെ ഗർഭസ്ഥ ശിശുവിനെ ചികിത്സിക്കാനായി ഡോക്ടർ ബിന്ദു സുന്ദർ കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം രഞ്ജന കൃഷ്ണയുടെ കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി, നേരത്തെ ഞാൻ പറഞ്ഞ നിസ്സഹായാവസ്ഥയുടെ ഏറ്റവും പരമമായൊരു കാഴ്ച എന്ന് പറയുന്നത്, ഏറ്റവും ദയനീയകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ രഞ്ജന കൃഷ്ണയൊക്കെ ആദിവാസി ആണ് ഈ രഞ്ജന കൃഷ്ണ എന്ന് പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്നുള്ളവരെ ആയതുകൊണ്ടാണോ, ഞങ്ങൾ ആദിവാസി കൂട്ടത്തിൽ ജനിച്ചു പോയത് കൊണ്ടാണോ ഞങ്ങളോട് ഈ അവഗണന എന്ന് രഞ്ജന കൃഷ്ണയുടെ ഭർത്താവ് ചോദിക്കുന്നത് കേട്ടാൽ, കാരണം ആദ്യത്തെ കുട്ടിയായിരുന്നു അവർക്ക് ജനിക്കേണ്ടിയിരുന്നത്. അതിൻ്റെ മുഖം പോലും ഒന്ന് കാണാൻ സാധിക്കാതെ ആ പിതാവ് അല്ലെങ്കിൽ പിതാവാകേണ്ടിയിരുന്ന ആ യുവാവ് ചങ്ക് പൊട്ടി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അത് കൊള്ളുന്നത് അല്ലെങ്കിൽ കൊള്ളേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നെഞ്ചിലാണ്. അങ്ങനെ കൊള്ളുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഒപ്പം നാളെ ഇത്തരം വാർത്തകളിൽ ഉഷ ജോസഫിന് പകരം നിങ്ങളുടെയോ എൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരോ വരാതിരിക്കുവാൻ ഈശ്വരൻ മാത്രമേ നമുക്ക് തുണയുള്ളൂ. കാരണം തൽക്കാലം ഇന്നത്തെ അവസ്ഥയിൽ, ഈ നിമിഷത്തെ അവസ്ഥയിൽ കേരളത്തിലെ ആരോഗ്യരംഗം നമുക്ക് തുണയല്ല, ഗുണകരമല്ല, വീണ് പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു രംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. നമ്പർ 1 അല്ല. നമ്പർ 1 ആണെങ്കിൽ അത് പട്ടികയിൽ നിന്ന് താഴെയിൽ നിന്ന് മുകളിലേക്ക് എണ്ണുമ്പോഴായിരിക്കും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന
ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.